ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നിങ്ങളൊരു ബിഗ്നർ ആണെങ്കിൽ ഏത് എക്സാം ആയിക്കോട്ടെ, SSC ആണെങ്കിലും PSC ആണെങ്കിലും, ഇഫ് യു ആർ എ ബിഗ്നർ ഡെഫിനറ്റ്ലി ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ നമുക്ക് ഡിലേ ചെയ്യാതെ വേഗം വീഡിയോയിലേക്ക് പോവാം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ മുന്നിലും മെയിൻ വില്ലനായിട്ട് വരുന്ന ഫാക്ടറാണ് നമ്മുടെ മൈൻഡ്. അതായത് മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്കറിയാം, നമ്മൾ ഏതൊരു പുതിയൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേയും നമ്മുടെ മൈൻഡ് പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ നെഗറ്റീവ്സ് തന്നെയായിരിക്കും. കാരണം നമ്മുടെ മുന്നിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ലൈക്ക് കുറേ ഇയേഴ്സായിട്ട് പഠിക്കുന്നു, പക്ഷേ അവർക്ക് എക്സാം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കും തോന്നും വെദർ ഐ വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദി എക്സാം, ഞാൻ പഠിക്കുന്ന വെറുതെ ആവുമോ എന്നൊക്കെ ഉള്ളത്. നെഗറ്റീവ് തോട്ട്സ് ആക്ച്വലി നമ്മുടെ ഗോളിൽ എത്താൻ എടുക്കുന്ന ടൈം ഡിലേ ചെയ്യുന്നത്. നമ്മുടെ എയിം എന്താണ്? മാക്സിമം എത്രയും പെട്ടെന്ന് ടോപ്പ് റാങ്കിലെത്തുക, എന്നിട്ട് ജോലി നേടുക എന്നുള്ളതാണ്. പക്ഷേ ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടൈം എടുക്കും നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സിനോട് ടാറ്റാ ബൈ ബൈ പറയുക എന്നുള്ളതാണ്. ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, പക്ഷേ വി ഹാവ് ടു ഡു ഇറ്റ്. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് ഫോക്കസ്. അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ ഗോൾ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ LD ക്ലർക്ക്, UD ക്ലർക്ക്, വിച്ചെവർ പോസ്റ്റ്, നമ്മൾ ഏത് പോസ്റ്റിനാണോ എയിം ചെയ്യുന്നത് ആ ഒരു പോസ്റ്റ് ക്ലിയറായിട്ട് എയിം ചെയ്യുക. അല്ലാതെ ഏതെങ്കിലും ഒരു എക്സാം എന്നുള്ള രീതിയിലല്ല, ഒരു വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്, പഠിക്കാനിരിക്കുന്ന സമയത്ത് പിന്നെ തുടങ്ങാം, നാളെ തുടങ്ങാം, അല്ലെങ്കിൽ 1-ാം തീയതി ആയിക്കോട്ടെ എന്നൊക്കെയുള്ളത്. അപ്പോൾ ആ ഒരു തോട്ട് നമുക്ക് മാറ്റിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷൻ ക്ലിയർ ആയിട്ട് വരുള്ളൂ, അതായത് ജോലി കിട്ടുക. ഒരുപാട് ആൾക്കാർക്ക് സ്റ്റിൽ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളിപ്പോൾ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ആസ് എ ബിഗിനർ SCRT ടെക്സ്റ്റ് ബുക്സ് റീഡ് ചെയ്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഏകദേശം പഠിച്ചു വരുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് സിലബസ്, ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, അതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി ഫൈനലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത്. ഞാൻ ഇനീഷ്യലി ഹെസിറ്റേറ്റ് ചെയ്തൊരു കാര്യമാണ്, പക്ഷേ നമ്മളെ എവിടെയാണ് നമ്മുടെ ലെവൽ, നമ്മൾ എവിടെ നിൽക്കുന്നു അറ്റ് പ്രസൻറ്റ് എന്നുള്ളത് അസസ് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് എത്ര ടൈം ഓരോ സബ്ജക്റ്റിന് വേണ്ടി കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി ഒരു പ്രോപ്പർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവരും നാളത്തേക്ക് വെക്കാതെ ഇപ്പം തന്നെ, അറ്റ് ദ മൊമെൻറ്റ് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ ഫോർ യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യു അപ്കമിങ് എക്സാംസ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ചധികം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ടെക്നിക്സ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.